വീക്കെൻഡ് എപ്പിസോഡുകൾ രണ്ടെണ്ണവും ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാത്തവരോടാണ്. രാവിലെ സമയം സാറ്റർഡേ എപ്പിസോഡും സൺഡേ എപ്പിസോഡ് ഉച്ചയ്ക്ക് ശേഷവും. അങ്ങനെയാണ് ലാലേട്ടന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ വരുന്നത്. ഒരു ദിവസത്തേക്കാണ് ലാലേട്ടന്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സാറ്റർഡേ എപ്പിസോഡിൽ, അതായത് ഷൂട്ടിങ്ങിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗബ്രി ഔട്ട് ആയിരുന്നു. ജാസ്മിൻ ആക്ടിവിറ്റി ഏരിയയിലും പിന്നെ അല്ലാതെയും പിന്നെ റസ്മിന്റെ അടുത്തും എല്ലാം കരഞ്ഞു കൂങ്ങി സീൻ ഉണ്ടാക്കി ഡ്രാമയുണ്ടാക്കി നമ്മൾ ഇന്നലെ കണ്ടതാണ്. പക്ഷെ അങ്ങനെ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന ഒരാളെ അല്ല ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മൾ കാണുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ ജാസ്മിന്റെ ഈ ഒരു സ്വിച്ചിങ്ങും ഭാവമാറ്റവും കണ്ടിട്ട്. ഇന്നലത്തെ എപ്പിസോഡില് ജാസ്മിൻ കാഴ്ചവെച്ചതെല്ലാം ഓസ്കാർ അഭിനയമായിരുന്നു. അപ്പോ അല്ല, അങ്ങനെ തോന്നിപ്പോയി കേട്ടോ. പാവ ടാസ്കിന്റെ കാര്യങ്ങള് ലാലേട്ടൻ ആദ്യം ചോദ്യം ചെയ്യുന്നത് ജാസ്മിനെയാണ്. അപ്പൊ ജിൻഡോയെ കുറിച്ച് കുറ്റം പറയാൻ എന്താ ജാസ്മിന് മിടുക്ക്. വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിന്ന് പോയിന്റ് വെച്ച് ജാസ്മിൻ സംസാരിക്കുന്നു ജിൻഡോയ്ക്കെതിരെ. 100 ദിവസവും അവിടെ ഇരുന്ന് കരയണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്തൊരു ക്യാരക്ടർ സ്വിച്ചിങ് ആണിത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഗബ്രി പോയത് ജാസ്മിന് സന്തോഷമാണോ? കൂടെ നിന്ന് കാല് വാരാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ജിൻഡോ കാക്കയെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ജാസ്മിൻ പറയാണ് ലാലേട്ടൻ്റെ അടുത്ത്. പിന്നെ ടാസ്കിലെ ഓരോ ഡീറ്റെയിലും ഓർത്തെടുത്ത് ഒരു പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി പുള്ളി തെറ്റാതെ ജാസ്മിൻ പറയാണ്. ഞങ്ങളുടെ ടീമിനേക്കാൾ ജിൻഡോ കാക്കയ്ക്ക് വിശ്വാസവും എല്ലാം ഉള്ളത് വേറെ ടീമുകളെ ആയിരുന്നു. പിന്നെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, ഡിഫെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങളും പറഞ്ഞു ഞങ്ങളും അറ്റാക്ക് ചെയ്യുമെന്ന്. അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ജാസ്മിൻ പറയുകയാണ് അങ്ങോട്ട്. ജാസ്മിൻ ഇത്രയും പെട്ടെന്ന് ഗെയിമിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ജാസ്മിന്റെ ഒരു മാരക ഗെയിം തന്നെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം. മൊത്തത്തിൽ ഗെയിം മാറ്റാനുള്ള സാധ്യതയുണ്ട്. സേഫ് ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ ജിൻഡോയ്ക്കെതിരെയുള്ള ആ ഒരു ഒഫൻസ് ഗെയിം കുറെ കൂടെ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ജാസ്മിൻ ഇപ്പോൾ ലാലേട്ടനോട് ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ജാസ്മിൻ ഇത് ഓൾറെഡി അവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്, രതീഷിനോട് സിജോയോടും ഒക്കെ. ഗബ്രി പോയാലും ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യും, ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ള ഒരു ലൈൻ ആയിരുന്നു ജാസ്മിന്. ജാസ്മിൻ കളിക്കുക തന്നെ ചെയ്യും. ജാസ്മിൻ തളർന്നിരിക്കുകയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. നല്ല കാര്യമാണ്, നമ്മളിത് മോശമായിട്ടൊന്നും അല്ല പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.